അപ്പൊ തുടങ്ങല്ലേ. നമ്മളിപ്പോ ഉള്ളത് നമ്മുടെ നാട്ടിലെ ബസ് സ്റ്റാൻഡിലാണ്. കോളേജ് പോകാൻ വേണ്ടിയിട്ടും ജോലിക്ക് പോകാൻ വേണ്ടിയിട്ടും ഇതിന്റെ ഉള്ളിൽ കുറെ കടന്ന് കറങ്ങിയിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും ഇക്കോലത്തിലായിരുന്നില്ല നമ്മുടെ ബസ് സ്റ്റാൻഡ്. ഇപ്പൊ കുറെ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ അതിന്റെ ഉള്ളിൽ കൂടെ നടക്കുമ്പോഴാണ് നമ്മളെ റഹ്മാനെ കണ്ടത്. അങ്ങനെ കുറച്ചു നേരം അവിടെ നിന്ന് വർത്താനം പറഞ്ഞ് നമ്മൾ മെല്ലെ പുറത്തേക്ക് ഇറങ്ങി. നേരെ പോയിപ്പെട്ട് നമ്മുടെ ഡാഡിക്കൂണ്ട് മുമ്പിലായിരുന്നു. പിന്നെ ഒന്നും നോക്കാണ്ട് ചാടിയ വണ്ടിക്ക് ഒരു നേരെ വർക്ക്ഷോപ്പിൽ വിട്ടു. അവിടെ എത്തിയപ്പോഴത്തെ നമ്മുടെ വണ്ടിക്ക് ഏകദേശം റെഡി ആയിക്കുന്നു. പിന്നെ അതെടുത്ത് നേരെ നമ്മൾ പറപ്പിച്ചു വിട്ടു. അങ്ങനെ പോണ വഴിയിലാണ് ഈ ചെങ്ങായിനെ കണ്ടത്. ഇത് നെസറു, നമ്മുടെ വേറൊരു കട്ടയാണ്. ക്യാമറ കണ്ടപ്പോ ഭയങ്കര അഭിനയമാണ്, നിഷ്കളങ്കനായി. അങ്ങനെ ടാറ്റ പറഞ്ഞ് നമ്മൾ വീട്ടിൽ പോയി. അങ്ങനെ ഒരു കുളിയൊക്കെ പാസ്സാക്കി നമ്മൾ അടുത്ത പരിപാടിക്ക് ഇറങ്ങുകയാണ്. നമ്മളിപ്പോ വന്നിട്ടുള്ള വെള്ളവനാട് ഫെസ്റ്റ് കാണാനാണ്. അധിക സമയവും നമ്മൾ നാട്ടിലില്ലാത്ത കൊണ്ട് ഇങ്ങനത്തെ പരിപാടികളിലൊന്നും പങ്കെടുക്കാൻ പറ്റാറില്ല. അങ്ങനെ നേരെ നമ്മൾ അതിന്റെ ഉള്ളിൽ കയറിയപ്പോ നമ്മൾ കണ്ട കാഴ്ച അണ്ടർ വാട്ടറിൽ ഒരു ജാതി പല മീനുകളും. അതിന്റെ ഇടയിൽ കുറെ മീനുകൾ നമ്മളെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ കറങ്ങി തിരിഞ്ഞ് നമ്മൾ മെല്ലെ പുറത്തേക്ക് ഇറങ്ങിയപ്പോ പിന്നെ അവിടെ കണ്ടത് കണ്ണും തുറച്ചിരിക്കണ ഈ ബിലീസിനെയാണ്. പിന്നെ അവിടുന്ന് നേരെ നമ്മൾ പോകുന്നത് അവതാറിന്റെ സെറ്റിലേക്കാണ് കേട്ടോ. സംഭവം അറേഞ്ച്മെന്റ്സും കാര്യങ്ങളൊക്കെ റിയൽ ആക്കാൻ നോക്കിയിട്ടുണ്ട്. അവതാർ മൂവിയിലുള്ള കുറച്ച് ക്യാരക്ടേഴ്സിനൊക്കെ ഇവിടെ നമുക്ക് കാണാൻ പറ്റൂട്ടോ. അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ മെല്ലെ പുറത്തിറങ്ങി. പിന്നെ കാണുന്നത് പലതരത്തിലുള്ള കച്ചവടങ്ങളാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങിയപ്പോ അവിടെ നിറച്ച് ഗെയിംസിന്റെ പരിപാടികളാണ്. എൻട്രി ടിക്കറ്റ് കൊടുത്ത് ഉള്ളിൽ കയറിയാൽ ഇതിലൊക്കെ കയറണമെങ്കിൽ വേറെ പൈസ കൊടുക്കണം കേട്ടോ. അങ്ങനെ ഒരു വിധം എല്ലാ റൈഡിലും കയറി ഇറങ്ങി ഞങ്ങൾ ക്ഷീണിച്ചു. അതോടെ ഇന്നത്തെ പരിപാടി മതിയേക്ക് നമ്മൾ പെരയെ പോകാൻ തീരുമാനിച്ചു. അപ്പോ ഓക്കെ, എന്നാ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.